പഠിക്കുള്ളമാകെ സഹാബാക്കളിലായി ഇടറാവി മുള്ളിക്ക് കുഫിർ നടുവതി എന്നൊരു കുരുട് കടുവ പരിശലക്കി ഹറജായി ഇരിപരിതരിടയില്ലവൻ വരവയരെ കുഫറുകളോട് അരികരെ നിറയറിവ് ചോദിച്ചായി അണ്ട് പുനരാവിലൊരു കണ്ട് നബിയാരെ നിന്റെ ജലം ജലക്കുവതിനായി അണ്ട് ഖുറൈശ് ചിലരും മുന്തിടെ ഹക്കീമുമെ ചുണ്ടനടിയിലേറി നടുവാ എന്ന ഖുറൈശി പ്രമുഖൻ ചുവന്ന ഒട്ടകപ്പുറത്ത് കയറി അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതപ്രകാരം കെട്ടിയുണ്ടാക്കപ്പെട്ട ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ ധൈര്യസമേതം മുന്നോട്ട് വരിക. വരുന്ന രംഗം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ചേർത്ത് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എതിരിടുവാൻ ഓരോരുത്തരും വാളിങ്ങനെ പിടിച്ച് ഹക്കീമിനെ വെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹക്കീം വരട്ടെ, വെള്ളം കുടിക്കട്ടെ, ഹക്കീമിനെ തൊട്ടുപോകരുത്. നബിയുനാ റസൂലുള്ളാഹി ഹക്കീമിനെ ആരൊന്നും ചെയ്യണ്ട. ഹക്കീം വന്ന് വെള്ളം കുടിക്കട്ടെ, ഹൗദ് പൊട്ടിക്കട്ടെ, ചെയ്യട്ടെ. ഹക്കീമിനെ ആരൊന്നും കേട്ടണ്ട. ഇത് കേട്ടപ്പോ ഹക്കീം തിരിച്ചുപോയി. കേട്ടപ്പോ ചിരിച്ചപ്പോ ഒരാൾ ഇന്നെ തല്ലങ്ങോട്ട് വരിക. ഒരാളിപ്പോ ഇന്നെ തല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ പറയണം, നിങ്ങളാരും നീക്കണം, മൂപ്പ എന്നെ തല്ലിക്കൊല്ലേ, മൂപ്പരെ തച്ചു പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങനാണെങ്കിൽ ചോദിന് നാളാണെങ്കിൽ പിന്നെ തല്ലാൻ വരും. അല്ലെങ്കിൽ പറയും പിന്നെ തല്ലാൻ വരുമോ പിന്നെ തല്ലാൻ എന്നതുപോലെ മഹാനായ മുത്തനബിന്റെ വാക്ക് കേട്ടിട്ട് തിരിച്ചുപോയി. ആ തിരിച്ചുപോയ രംഗം ഒരു വ്യക്തിക്ക് പിടിച്ചില്ല. ആരാണ് ആ വ്യക്തി? ഒരു ധീരന്റെ, ഒരു ശൂരന്റെ, ഒരു കരുത്തൻ. ആയിരക്കണക്കിന് പടയാളികളുടെ പടവെല്ലാൻ കൽപ്പുള്ള ക്യാപ്റ്റൻ. ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വ്യക്തി പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് അടക്കടത്തിലേക്ക് കുതിരയെ എടുത്തു ചാടിപ്പിച്ചില്ലാത്ത ചാടി 2-3 താളക്കളികൾ കളിച്ച് അവന്റെ ആളുകളിലേക്ക്, അഥവാ ഖുറൈശികളുടെ വലിയ അണിയിലേക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞു, മക്കാരെ ഖുറൈശികളെ, ഞാൻ മുഹമ്മദിന്റെ തടാകത്തുനിന്ന് വെള്ളം കുടിക്കും. ഞാൻ കുടിക്കാൻ പറ്റില്ലേ? ഞാനത് പൊടിക്കും, അല്ലെങ്കിൽ ഞാൻ ചാവും. 3 ഡിമാൻഡാണ് വെച്ചത്. ഞാൻ പറയുന്നത് നാവ് കൊണ്ട് വെറുതെ പറയല്ല, വെറുതെ വാക്ക് ചോർക്ക് പറയല്ല, വെറുതെ അഹങ്കാരം പറയല്ല. തന്നെയാണ് സത്യം. ഇന്നു മുതൽ എന്റെ ഭാര്യന്റെ കൈ കൊണ്ട് ഞാൻ വെള്ളം കുടിക്കണമെങ്കിൽ, അവർ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കണമെങ്കിൽ, എന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കുടിക്കണമെങ്കിൽ ഞാൻ മുഹമ്മദിന്റെ തടാകത്തോട് കുടിക്കും. അവൻ ആണയിട്ട് പറഞ്ഞുകൊണ്ട് ഭാഗത്തിലേക്ക് തിരിഞ്ഞവനോട് ചെയ്യാം, മുഹമ്മദിന്റെ അനുയായികളെ, ഇതാ ഞാൻ നിങ്ങളുടെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരിക. എന്നെ തടുക്കാൻ കഴിയുമ്പോൾ തടുക്കുക. ധീരതയുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, എന്നോട് ഏറ്റുമുട്ടാൻ വരുവോ? ജീവനിൽ കൊതിയുള്ളവര് കൊതിയുള്ളവര് മാത്രം വന്നാൽ മതി, മക്കൾ അനാഥരാകാൻ കൊതിയുള്ളവർ മാത്രം വന്നാൽ മതി. വീൽവിളക്കിക്കൊണ്ട് അവൻ നെഞ്ചിങ്ങനെ പരത്തിയ അഹങ്കാരി മക്കളത്തിന്റെ സന്നിലേക്ക് എടുത്തു ചാടി. അല്ല, ഹൗദിന്റെ ഭാഗത്തിലേക്ക് എടുത്തു ചാടി. പൊളിക്കാൻ വേണ്ടി എടുത്തു ചാടുമ്പോൾ അവിടെ കാവൽ ഭടനായി നിൽക്കുന്നത് മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ ആണ്. അവിടെ കാവൽ ഭടനായി നിൽക്കുന്നത് ഇവൻ ഹൗദിന്റെ ഭാഗത്തിലേക്കല്ലാത്തോ ചാടിങ്ങോട്ട് വരുമ്പോൾ